കനത്ത മഴ തുടർന്ന സാഹചര്യത്തിലും പുതിയ അധ്യയന വർഷത്തിനായി ഒരുക്കങ്ങൾ സജീവമാക്കി കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. വിഷ്ണു കരുവാരക്കുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെയാണ് ഇപ്പോൾ കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ സംബന്ധിച്ചുള്ളത്? നികേഷ്, സംസ്ഥാന തലങ്ങളിൽ എല്ലാ സ്കൂളുകളിലും അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം ശോചനീയാവസ്ഥകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ ചോർന്നൊലിച്ച സ്കൂളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തുരുമ്പെടുത്ത മരമൊക്കെ തന്നെ മാറ്റുന്ന ഒരവസ്ഥ. ഇപ്പോൾ മരമൊക്കെ മാറ്റി ഇരുമ്പിൻ്റെ പട്ടികയൊക്കെ ആക്കി സ്കൂൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള പൂർണ്ണ ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്കൂൾ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 3-ാം തീയതി തുറക്കുമെന്ന് മന്ത്രി ഉറപ്പിച്ച് പറഞ്ഞതോടുകൂടി വളരെ കർശന നിർദ്ദേശമുണ്ട്. പണിയെടുക്കാനൊക്കെ പണിക്കാർക്കൊക്കെ കർശന നിർദ്ദേശത്തെ തുടർന്ന് രാവും പകലും ഒന്നുമില്ലാതെ കനത്ത മഴയിലും നല്ല രീതിയിലുള്ള പുരോഗമന വർക്കുകളാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 249 പെൺകുട്ടികൾ പഠിക്കുന്ന ഗേൾസ് ഹൈസ്കൂളാണ് കൊല്ലത്തുള്ളത്. അതുപോലെ തന്നെ 8, 9, 10 ക്ലാസ്സിലെ സ്കൂൾ കുട്ടികളാണ് ഇവിടെയുള്ളത്. ഏകദേശം 11 അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കല്ലുകടി എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോം കഴിഞ്ഞ വർഷം കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള കല്ലുകടികളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ വേറെ ഒരു സ്കൂളൊക്കെ തന്നെ നല്ല രീതിയിൽ ഒരു പുരോഗമന വർക്ക് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി, ഏതായാലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പണിക്കാരൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും സ്കൂൾ യൂണിഫോം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമാണ് ഈ സ്കൂളിനുള്ളത്. കഴിഞ്ഞ വർഷത്തെ തന്നെ സർക്കാരിൽ നിന്നുള്ള സ്കൂൾ യൂണിഫോമിൻ്റെ അലവൻസ് കിട്ടിയില്ല എന്നുകൂടി നമ്മുടെ ഇവിടെയുള്ള അധികൃതർ പറയുണ്ടായി. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഇപ്പോൾ ഇല്ല എന്നുകൂടി നമ്മോട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് വിഷ്ണു കരുവാരക്കുണ്ട്.